വടകരയിലെ വയോധികന്റെ ആത്മഹത്യ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ കടത്തനാട് ലേബർ സൊസൈറ്റിയിലേക്ക് മാർച്ച് നടത്തി. ഓഫീസിലേക്ക് കരിയോയിൽ പ്രയോഗം നടത്തുന്നതിനിടെ പോലീസുമായി പ്രവർത്തകർ ഏറ്റുമുട്ടി. എടോടിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് സൊസൈറ്റിയുടെ ഓഫീസിന് താഴെ വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകരുമായി ഏറെ നേരം ഉന്തും തള്ളും നടന്നു. ഉദ്ഘാടനത്തിന് ശേഷം പ്രവർത്തകർ ഓഫീസിലേക്ക് കരിയോയിൽ നിറച്ച പാക്കറ്റ് വലിച്ചെറിയാൻ ശ്രമിച്ചത് പോലീസുമായി ചെറിയ തോതിൽ സംഘർഷത്തിനിടയാക്കി. മാർച്ച് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അമൽ രാജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഷിബിൻ പത്മനാഭൻ, വിനീഷ് TP, ശ്രീസൺസ് എന്നിവർ നേതൃത്വം നൽകി. ഈ വടകരയാകെ നടുക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമുണ്ടായി. ഈ വടകരയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ജീവിച്ചു വരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറിയ സമയവും അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു തുക അത് ഇവിടെയുള്ള കോൺഗ്രസ് പാർട്ടിയുടെയും ലീഗിൻ്റെയും നേതാക്കന്മാർ നടത്തിക്കൊണ്ടുപോകുന്ന ഈ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തു. നിങ്ങൾക്കൊക്കെ അറിയാം, സാധാരണഗതിയിൽ ഒരു സ്ഥലത്ത് വന്ന് നമ്മളൊരു ബാങ്കിലേക്ക് കടന്നു ചെന്ന് ആ ബാങ്കിലേക്ക് നമ്മളുടെ കയ്യിലുള്ള തുക നിക്ഷേപിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും, ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ആ തുക എടുത്ത് വിനിയോഗിക്കാൻ സാധിക്കണം. നമ്മുടെ കുടുംബത്തിലെ മറ്റാളുകൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ അല്ലെങ്കിൽ സ്വയം എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് ഇത്തരത്തിലൊക്കെയാണ് നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുന്ന തുക കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ ഈ കോൺഗ്രസ് ഭരിക്കുന്ന ഈ വടകരയിലെ ഈ ബാങ്ക് ഇവിടെ സാധാരണക്കാരായിട്ടുള്ള അനവധി ആളുകളിൽ നിന്നും പലിശ ഇനത്തിൽ വലിയ തുക നൽകുമെന്ന് മോഹനസുന്ദര വാഗ്ദാനം നൽകി കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഒരു വന്ധ്യവയോധികനായ ഒരു വൃദ്ധനായ ആള് ഈ ബാങ്കിന്റെ ഒരു പ്രധാനപ്പെട്ട ആളുടെ മുന്നിൽ വെച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയുണ്ടായി. നിങ്ങളൊന്ന് ഓർക്കൂ, എത്ര പാപമായിട്ടുള്ള, എത്ര മാപ്പർഹിക്കാത്ത ഒരു തെറ്റാണ് ഈ ബാങ്കിലെ പകൽ സമയങ്ങളിൽ വെള്ളയും ഇട്ട് നടക്കുന്ന കോൺഗ്രസുകാരും ലീഗുകാരും നടത്തിയത്. ഈ വടകരയിൽ മാത്രമല്ല, ഈ കോഴിക്കോട് മാത്രമല്ല, നമ്മുടെ കേരളത്തിലൊട്ടാകമുള്ള എല്ലാ സഹകരണ സ്ഥാപനങ്ങളിലും, ഒട്ടുമിക്ക സഹകരണ സ്ഥാപനങ്ങളിലും ഇത്തരത്തിൽ ശതകോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട്. ഇടതുപക്ഷം പല ബാങ്കുകളും ഭരിക്കുന്നു. കോടിക്കണക്കിന് രൂപ AC മൊയ്തീൻ അടക്കമുള്ള മുൻ മന്ത്രിമാരടക്കമുള്ള ആളുകൾ അഴിമതി കേസിൽ ഉൾപ്പെടുന്നു. കോൺഗ്രസിന്റെ ഇപ്പോൾ ഭരണം തുടങ്ങിയിട്ടേ ഉള്ളൂ. കോൺഗ്രസിന്റെ പല ആളുകളും ഇത്തരം സഹകരണ ബാങ്കുകളിലൂടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി അവരും നടത്തി വരുന്നു. ഇതിന് ഒരു ശാശ്വത പരിഹാരം കേരളത്തിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഈ ബാങ്കുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള എല്ലാ അഴിമതികളും സുതാര്യമായി അന്വേഷിക്കപ്പെടണം. ഇതിലാരൊക്കെയാണ് തെറ്റ് ചെയ്തത്, ആ മനുഷ്യന്റെ രക്തത്തിന് ആരൊക്കെയാണ് ഇവിടെ കണക്ക് പറയേണ്ടത്, അവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് കണക്ക് പറയിപ്പിക്കണമെന്നാണ് യുവമോർച്ചയ്ക്ക് ആവശ്യപ്പെടാനുള്ളത്.